നമസ്കാരം. ജയിലിൽ നിന്നിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയും ആഞ്ഞടിച്ച കാഴ്ച ഇന്നത്തെ വാർത്താ ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന് ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ച കെജ്രിവാൾ ആപ്പിനെ തകർക്കാൻ മോദി ശ്രമിക്കും തോറും പാർട്ടി കൂടുതൽ വളരുമെന്ന് പറഞ്ഞു. കേരള മുഖ്യമന്ത്രിയുടെ പേരുൾപ്പെടെ എടുത്തു പറഞ്ഞുള്ള പ്രസംഗം. ആവേശത്തോടെയാണ് അണികൾ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗത്തെ വരവേറ്റത്. തലസ്ഥാനത്ത് ഇന്നലെ നടന്ന കൊലപാതകത്തിലെ പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. സംസ്ഥാനത്ത് പലയിടങ്ങളിലും വേനൽ മഴ മുന്നറിയിപ്പ്, ഡൽഹിയിലാകട്ടെ പൊടിക്കാറ്റ് മുന്നറിയിപ്പും ഇന്നത്തെ വാർത്തയാകുന്നു. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. ഇന്ത്യ മുന്നണിക്ക് ഇന്ധനമായി കെജ്രിവാൾ. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. കൂടുതൽ മുഖ്യമന്ത്രിമാരെ ജയിലിലടയ്ക്കാനാണ് മോദി ലക്ഷ്യമിടുന്നതെന്ന് പിണറായി വിജയൻ അടക്കമുള്ളവരുടെ പേരെടുത്ത് പറഞ്ഞ് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. केरला के सीएम के पीछे पड़े हैं। अगर ये चुनाव जीत गए, मेरे से लिखवा लो एफिडेविट के ऊपर। थोड़े दिन के बाद ममता दीदी जेल में होंगी, तेजस्वी यादव जेल में होगा, स्टालिन साहब जेल के अंदर होंगे, पिनरई विजयन जेल के अंदर होंगे, उद्धव ठाकरे जेल के अंदर होंगे, जितने विपक्ष के नेता ये सारे जेल के अंदर होंगे. പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടയ്ക്കുന്ന നരേന്ദ്രമോദി സ്വന്തം പാർട്ടിയിലുള്ളവരെയും വെറുതെ വിടുന്നില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. LK അദ്വാനിയെ പോലെയുള്ളവരുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച നരേന്ദ്രമോദിയുടെ അടുത്ത ലക്ഷ്യം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. BJPയിലെ 75 വയസ്സ് മാനദണ്ഡം അനുസരിച്ച് നരേന്ദ്രമോദി വിരമിക്കാൻ സമയമടുത്തു. അമിത്ഷായ്ക്ക് വേണ്ടിയാണ് BJP ഇപ്പോൾ വോട്ട് ചോദിക്കുന്നതെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. तो मैं लोगों को, देश के लोगों को आगाह करना चाहता हूं, मोदी जी अपने लिए वोट नहीं मांग रहे। मोदी जी अमित शाह को प्रधानमंत्री बनाने के लिए वोट मांग रहे हैं। मैं पूछना चाहता हूं मोदी जी से और अमित शाह जी से, ये मोदी की गारंटी पूरी कौन करेगा? क्या अमित शाह मोदी की गारंटी पूरी करेंगे? जब आप अगर जो वैसे तो मेरे को लगता है मैं भी आऊंगा उसके ऊपर, मुझे नहीं लगता इनकी सरकार बन रही है, लेकिन जो बीजेपी को वोट देने जाएं वो ये सोच के जाना कि आप मोदी जी के नाम पे वोट नहीं दे रहे, आप अमित शाह के नाम पे वोट दे रहे हैं. ഭാര്യ സുനിതയ്ക്കൊപ്പം കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് അരവിന്ദ് കെജ്രിവാൾ പാർട്ടി ആസ്ഥാനത്തെത്തിയത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അനുഗമിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗം. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി. നിതിൻ, പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്ക് ഊർജം പകരുന്ന തരത്തിലേക്കുള്ള പ്രസംഗം. അതിൽ ഏത് തരത്തിലാണ് അദ്ദേഹം നരേന്ദ്രമോദി അല്ലെങ്കിൽ BJP പ്രതിപക്ഷത്തെ ആക്രമിക്കുന്നത്, അതുപോലെ തന്നെ BJPയിലുള്ള മുതിർന്ന നേതാക്കളെയൊക്കെ എങ്ങനെയാണ് രാഷ്ട്രീയമായി ഇല്ലാതാക്കിയത് എന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന ശുഭപ്രതീക്ഷ, ആ തരത്തിലേക്ക് വിവിധ വിഷയങ്ങളെ സ്പർശിച്ചുകൊണ്ട് അഴിമതിയെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രസംഗത്തിൽ പരാമർശിക്കുന്നു. അനുജ, ഡൽഹി മദ്യനയത്തെ സംബന്ധിച്ച് അദ്ദേഹം പരാമർശിച്ചില്ലെങ്കിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം കേന്ദ്ര സർക്കാരിനെ കണക്കറ്റ് വിമർശിച്ചാണ് ഇന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആദ്യത്തെ മാധ്യമങ്ങളോടും അതോടൊപ്പം തന്നെ അഭിസംബോധന ചെയ്യവേ ഇന്ന് അരവിന്ദ് കെജ്രിവാൾ വിമർശിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് 50 ദിവസത്തോളം ജയിൽവാസമായിരുന്നു. പിന്നീട് ഇന്നലെ തിഹാർ ജയിലിൽ നിന്നും ജനങ്ങൾ വലിയ സ്വീകരണത്തോടുകൂടിയാണ് അരവിന്ദ് കെജ്രിവാളിനെ വരവേറ്റത്. ഇന്ന് രാവിലെ ഹനുമാൻ ക്ഷേത്ര സന്ദർശിച്ച ശേഷം പിന്നീട് ഏതാണ്ട് 12 തന്നെ പാർട്ടി ആസ്ഥാനത്തെത്തി. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അല്പസമയത്തിനകം ഡൽഹിയിലെ റോഡ് ഷോ ആരംഭിക്കാൻ പോകുന്നു. ഡൽഹിയിൽ സൗത്ത് ഡൽഹി മണ്ഡലത്തിലെ മെഹ്റൂളിൽ വെച്ചാണ് റോഡ് ഷോ ആരംഭിക്കുക. ഇന്ന് രാത്രി 8 മണിക്കും മറ്റൊരു റോഡ് ഷോ കൂടി നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് 1 മണിക്ക് നടത്തിയ വാർത്താ സമ്മേളനം അതിൽ അല്ലെങ്കിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സംസാരിക്കവേ കണക്കറ്റ് വിമർശനം ഇന്ന് പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിച്ചു. പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, കേവലം 10 വർഷം മാത്രം പഴക്കമുള്ളൊരു പാർട്ടിയെ ഇത്തരത്തിൽ മോദി ഇല്ലായ്മ ചെയ്യാനുള്ളൊരു നീക്കം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് 4 മുൻനിര
നേതാക്കളെ ജയിലിൽ അടച്ചിരിക്കുന്നത്. താൻ അതോടൊപ്പം തന്നെ സഞ്ജയ് സിംഗ് കൂടാതെ മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ളവരെ ജയിലിലടച്ചു. എന്നിട്ടും ആം ആദ്മി പാർട്ടി തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. അഴിമതിക്കെതിരെ ഒരു പോരാട്ടമായി തന്നെയാണ് ആം ആദ്മി പാർട്ടി ഇപ്പോഴും നിലനിൽക്കുന്നത്. അഴിമതിക്കെതിരെ ഒരു പോരാട്ടമായി പലപ്പോഴും നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തിയെങ്കിൽ പോലും അത്തരമൊരു ആഹ്വാനം കാണണമെങ്കിൽ അല്ലെങ്കിൽ അത്തരമൊരു പ്രഖ്യാപനം കാണണമെങ്കിൽ തന്നിൽ നിന്ന് പഠിക്കൂ എന്നാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല BJP ആണെങ്കിൽ BJPയിലെ ആഭ്യന്തര തർക്കവും ഏത് തരത്തിലേക്കാണ് നരേന്ദ്രമോദി ആം ആദ്മി പാർട്ടി ഇല്ലാതാക്കാൻ ശ്രമിച്ചത്? എന്നാൽ കൂടുതൽ വളരുകയേ ഉള്ളൂ, കൂടുതൽ ശക്തിപ്പെടുകയുള്ളൂ ആം ആദ്മി പാർട്ടി തകർക്കാൻ ശ്രമിക്കും തോറും എന്നാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞത്. അഴിമതിയുടെ പേരിൽ തന്നെ ജയിലിലാക്കുന്നു, എന്നാൽ ഏറ്റവും കൂടുതൽ അഴിമതിക്കാരുള്ള പാർട്ടിയാണ് BJP. നിതിൻ തുടരുന്നുണ്ട്. നിതിൻ പറയൂ. BJPയിലെ മുതിർന്ന നേതാക്കൾ, അതായത് LK അദ്വാനി, അതോടൊപ്പം തന്നെ വസുന്ധരാജ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ രാഷ്ട്രീയം നരേന്ദ്രമോദി വന്നതിനും മുതിർന്ന നേതാക്കളുടെ രാഷ്ട്രീയം നരേന്ദ്രമോദി വന്നതിനും അവസാനിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അടുത്ത ലക്ഷ്യം യോഗി ആദിത്യനാഥാണ്. 2024 ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് ശേഷം യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയാവുന്നൊരു തരത്തിൽ റിപ്പോർട്ടുകളൊക്കെ തന്നെ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നരേന്ദ്രമോദിക്ക് ശേഷം പിന്നീട് അമിത്ഷാ എന്ന പേരിലേക്ക് മാത്രമാണ് ചുരുങ്ങുന്നത്. എന്നാൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചാണെങ്കിൽ പ്രധാനമന്ത്രി പല വേദികൾ ചോദിക്കുന്നുണ്ട്, ആരാകും തങ്ങളുടെ മുഖ്യമന്ത്രി എന്ന ചോദ്യം പല വേദികൾ ഉന്നയിക്കുന്നുണ്ട്. തിരിച്ചും താൻ അതുപോലെ തന്നെ ചോദിക്കുന്നു, നരേന്ദ്രമോദിക്ക് ശേഷം ആര് മുഖ്യമന്ത്രി എന്നെ സംബന്ധിച്ച് വ്യക്തമായ ഒരു പദ്ധതി തങ്ങൾക്കുണ്ടോ, അതിന് ഉത്തരമുണ്ടോ എന്ന ചോദ്യമാണ് ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട BJP നേതാക്കളുടെ രാഷ്ട്രീയമെല്ലാം തന്നെ അവസാനിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ യോഗി ആദിത്യനാഥിന്റെ രാഷ്ട്രീയവും അവസാനിക്കുന്നു. അങ്ങനെ BJPയിലെ ആഭ്യന്തര തർക്കവും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുള്ള പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടക്കുന്ന സമീപനം, അവരെ വേട്ടയാടുന്ന രീതി, ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇന്നത്തെ പ്രസംഗം. അതിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ നേതാക്കൾ മമതാ ബാനർജി, ഉദ്ധവ് താക്കറെ, MK സ്റ്റാലിൻ എന്നിവരുടെ പേരും എടുത്തു പറഞ്ഞു തന്നെയായിരുന്നു ഇന്നത്തെ പ്രസംഗം. എന്തായാലും വലിയ തരത്തിലൊരു പിന്തുണ ഇന്നത്തെ റോഡ് ഷോയ്ക്ക് മുമ്പുള്ള അരവിന്ദ് കെജ്രിവാൾ പാർട്ടി ആസ്ഥാനത്തെത്തുന്ന സമയമെല്ലാം തന്നെ പ്രവർത്തകരുടെ പിന്തുണയുണ്ടായിരുന്നു. പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ പാർട്ടി ആസ്ഥാനത്ത് അടിച്ചുകൂടി. ഇന്ന് വലിയ സ്വീകരണത്തോടുകൂടിയാണ് പാർട്ടി ആസ്ഥാനത്തേക്ക് അരവിന്ദ് കെജ്രിവാളിനെ വരവേറ്റത്. എന്തായാലും അല്പസമയത്തിനും റോഡ് ഷോ ആരംഭിക്കും. റോഡ് ഷോയിൽ ഏത് നിലയിലാകും ഈ മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം ഇന്ന് അരവിന്ദ് കെജ്രിവാൾ സംസാരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മുമ്പാണ് സൗത്ത് ഡൽഹിയിലെ റോഡ് ഷോയിൽ സുനിത കെജ്രിവാൾ പങ്കെടുത്തത്. അരവിന്ദ് കെജ്രിവാളിന്റെ അസാന്നിധ്യത്തെ സുനിത കെജ്രിവാളിന്റെ കൂടെയാണ് ആം ആദ്മി പാർട്ടി മറികടന്നത്. നിലവിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വളരെ വൈകാരികമായി തന്നെ പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശത്തിലുള്ള പ്രസംഗമെല്ലാം തന്നെ നടത്തിക്കൊണ്ട് ഈ ഡൽഹിയിലടക്കം ഇപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യം എന്താണെന്ന് മനസ്സിലാക്കുന്ന റോഡ് ഷോ ആക്കി മാറ്റാനാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് പ്രവർത്തകർക്ക് നൽകിയ ആഹ്വാനം മുഴുവൻ പ്രവർത്തകരും MLA-മാരും എല്ലാം തന്നെ സൗത്ത് ഡൽഹിയിൽ എത്തണമെന്നൊരു ആഹ്വാനമാണ്. അല്പസമയത്തിന് തന്നെ മെഹ്റൂളിൽ അത്തരത്തിൽ വലിയ റോഡ് ഷോ ആരംഭിക്കും. ആ റോഡ് ഷോ കൃത്യമായ സന്ദേശമാകും ആം ആദ്മി പാർട്ടിയും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യവും നൽകുക. 2014-ലും 2019-ലും നഷ്ടപ്പെട്ടുപോയ 7 ലോക്സഭാ മണ്ഡലങ്ങൾ ഇക്കുറി തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ എന്തായാലും ആം ആദ്മി പാർട്ടിക്കും അതോടൊപ്പം ഇന്ത്യ സഖ്യത്തിനും വന്നിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ഒരു വിജയമാക്കാൻ, ഈ റോഡ് ഷോ വിജയമാക്കാനുള്ള ഒരു പ്രഖ്യാപനം ഇതിനും തന്നെ ഈ പ്രവർത്തകർ അല്ലെങ്കിൽ അത്തരം ഒരു ആഹ്വാനം പ്രവർത്തകർക്കിടയിൽ നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായുള്ള പദ്ധതികളാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ മുതൽ പഞ്ചാബ് അതോടൊപ്പം തന്നെ ഹരിയാന ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും അരവിന്ദ് കെജ്രിവാൾ ഇത്തരത്തിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. കൂടാതെ ഡൽഹിയിലെ മറ്റ് മണ്ഡലങ്ങളിലും റോഡ് ഷോയിൽ സജീവമാകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിതിൻ, ഇതിനോടകം തന്നെ BJPയുടെ ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം. അത് സുപ്രീം കോടതി വ്യവസ്ഥകളുടെ ലംഘനമാണ് നടന്നിട്ടുള്ളത്, പാകിസ്ഥാൻ പോലും പിന്താങ്ങുകയാണ് അരവിന്ദ് കെജ്രിവാളിനെ എന്ന് പറയുന്നു. ഒപ്പം നരേന്ദ്രമോദിക്ക് ശേഷം ആര് എന്നതിന് പോലും ഉത്തരം പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ BJPയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടല്ലോ, അതിന്റെ കൂടി വിവരങ്ങൾ. എന്തായാലും BJP ഇപ്പോൾ ഇതിന് മറുപടിയായി രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം 2024-ൽ നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാകുമെന്നൊരു യാഥാർത്ഥ്യം എന്തായാലും അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ആവർത്തിക്കുന്നു എന്നാണ് ഇന്നിപ്പോൾ BJP പ്രതികരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ താൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങില്ല, പക്ഷേ പിന്നീട് അരവിന്ദ് കെജ്രിവാൾ പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസുമായി സഖ്യം ചേരുകയും ഇതെല്ലാം തന്നെ തന്റെ രാഷ്ട്രീയമായിട്ടുള്ളൊരു ഇത് തുറന്നു കാട്ടുന്ന ഒരു സമീപനം അല്ലെങ്കിൽ ഇന്ന് BJPയുടെ വാർത്താ സമ്മേളനത്തിൽ ഇന്ന് നടത്തുകയുണ്ടായി. കഴിഞ്ഞ കാലങ്ങളിൽ എന്താണോ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് അതിന് വിപരീതമായാണ് താൻ പ്രവർത്തിക്കുന്നതെന്ന ഒരു തുറന്നു കാട്ടാൻ പറ്റുന്ന ഒരു തരത്തിലാണ് ഇപ്പോൾ ഇന്ന് BJP വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. എന്തായാലും BJPക്കെതിരെ ഉന്നയിച്ച രാഷ്ട്രീയമായിട്ടുള്ള പല വിമർശനങ്ങളുണ്ട്. അത് ഇന്ന് യഥാർത്ഥത്തിൽ 50 ദിവസത്തെ ജയിൽവാസ ശേഷം ഏത് തരത്തിൽ ഇന്ന് BJPക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കാൻ സാധിക്കുമോ അത്തരത്തിലൊരു വിമർശനം തന്നെയാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ നടത്തിയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിമർശനം അതൊരു പക്ഷേ ഇന്ന് അരവിന്ദ് കെജ്രിവാൾ വാർത്താ സമ്മേളനത്തിൽ നടത്തിയിട്ടില്ല. ഇന്ന് വൈകിട്ടത്തെ റോഡ് ഷോയിലായിരിക്കും അത്തരം ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ അത്തരം ചില രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാടോ സ്വീകരിക്കുക. ആ ഒരു കാര്യത്തിലാണ് ഇന്ന്
ഇപ്പോൾ എന്തായാലും ആം ആദ്മി പാർട്ടിയെല്ലാം തന്നെ ഉറ്റുനോക്കുന്നത്. അതിനിടയിൽ BJPയുടെ ചില വിമർശനങ്ങളുണ്ട്. അതൊരു പക്ഷേ അതിനുള്ള മറുപടിയും ഇന്നത്തെ ഈ റോഡ് ഷോയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, അല്പസമയത്തിനകം അരവിന്ദ് കെജ്രിവാളിന്റെ റോഡ് ഷോ ആരംഭിക്കും. സൗത്ത് ഡൽഹിയിലാണ് റോഡ് ഷോ നടക്കുന്നത്. അതിൽ അദ്ദേഹം എന്ത് പറയും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാകുന്നു. അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് ഈ വാർത്താ ദിനത്തിലെ ശ്രദ്ധാകേന്ദ്രം. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്, തൃപ്പൂണിത്തുറയിൽ നിന്ന് വന്ന ഏറ്റവും നിർഭാഗ്യകരമായൊരു സംഭവത്തിലേക്കാണ് ഇനി. കിടപ്പ് രോഗിയായ പിതാവിനോട് മകന്റെ ക്രൂരത. തൃപ്പൂണിത്തുറ എരൂരിൽ കിടപ്പ് രോഗിയായ വയോധികനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ മകൻ അജിത്തിനെതിരെ പോലീസ് കേസെടുത്തു. രോഗിയായ ഷൺമുഖനെ ആശുപത്രിയിലേക്ക് മാറ്റി. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് വിഷയത്തിൽ നഗരസഭാ അധികൃതർ ഇടപെട്ടത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഷൺമുഖന് ചികിത്സയും പരിചരണവും ഒരുക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇവിടെ അവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടാണ്. അപ്പോൾ മകനും മരുമകളും ഉണ്ട്. അവർ മരുമകളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. ഇയാൾ ഡ്രൈവറാണ്. ജോലിക്ക് ആവശ്യത്തിനാണ് പോയതാണോ, ഇനി അച്ഛനെ ഉപേക്ഷിച്ച് പോയതാണോ? ഉപേക്ഷിച്ച് പോയതായിരിക്കും. കാരണം ഇവിടെ അടുക്കളയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു സാധനം അടുക്കളയിലും മറ്റു ഒന്നുമില്ല. എല്ലാവരും അവർ എടുത്തിട്ട് പോയതാണ്. അച്ഛനെ മാത്രം ഇട്ടിട്ട് പോയത്. നമ്മൾ ആദ്യം കൗൺസിലറുടെ പരാതിയിൽ കേസെടുക്കുന്നുണ്ട്. വിനീത VG വിശദാംശങ്ങളുമായി. വിനീത, എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകുന്നു, പിതാവിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. നമ്മൾ മലയാളികളുടെ മനോഭാവമൊക്കെ ഏത് തരത്തിലേക്കാണ് മാറിപ്പോയിട്ടുള്ളത് എന്നതിൻ്റെ ഒരു ഉദാഹരണമായി കൂടി ഈ സംഭവത്തെ കാണേണ്ടി വരും. ഇതിലെന്താണിപ്പോൾ നടപടിയായി സ്വീകരിച്ചിട്ടുള്ളത്? നമ്മളാണല്ലോ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. നടപടി ഉണ്ടായിട്ടുമുണ്ട്. തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ വാടക വീട്ടിലെ മുഴുവൻ സാധനങ്ങളും മാറ്റി അതിനുശേഷമാണ് 75 വയസ്സുള്ള സ്വന്തം അച്ഛനെ ആ വീട്ടിൽ ഉപേക്ഷിച്ച് ആ മകൻ മടങ്ങിയത്. തുടർന്ന് ഈ വീട്ടുടമ വന്ന് നോക്കിയപ്പോഴാണ് ഈ വീട്ടിന്റെ കട്ടിലിൽ ഏതാണ്ട് 24 മണിക്കൂറോളമായ അച്ഛൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുകയാണ്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന് എഴുന്നേറ്റൊന്ന് നടക്കാനോ നിൽക്കാനോ പോലും കഴിയാത്തൊരു സാഹചര്യം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഏതാണ്ട് ഈ 24 മണിക്കൂറായി മാറ്റാൻ പോലും കഴിയാത്ത ഡയപ്പർ, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ യൂറിൻ ബാഗ്, ഇതൊക്കെ തന്നെ ആ കട്ടിലിന് സമീപം നിലത്ത് അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു. ഇങ്ങനെ ഏറെ ശാരീരിക അവശതകളുള്ള പിതാവിനെ ഉപേക്ഷിച്ചാണ് ആ മകൻ പോയത്. അനുജ സൂചിപ്പിച്ചതുപോലെ 24 ആ വാർത്ത പുറത്തു കൊണ്ടുവന്നു. അതിന് പിന്നാലെ നഗരസഭ ഇടപെടലുണ്ടായി. അവരുടെ പരാതിയിന്മേൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ 3 മക്കളാണ് ഇദ്ദേഹത്തിനുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിനെ അവിടെ ആരോഗ്യ പ്രവർത്തകരെത്തി അദ്ദേഹത്തെ അവിടെ നിന്ന് അദ്ദേഹത്തെ മാറ്റി ഇപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആവശ്യമുള്ള എല്ലാ ചികിത്സയും ഒരുക്കിയിട്ടുണ്ടെന്നാണ് നഗരസഭ വൈസ് ചെയർമാൻ പറയുന്നത്. ഈ 3 മക്കളുള്ള ഷൺമുഖന്റെ ഈ ആരോഗ്യ പ്രവർത്തകരുടെ കരുതലിൽ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പക്ഷെ അദ്ദേഹം അങ്ങനെ മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തെ ഇതിൽ ഏത് മക്കളാണ് അദ്ദേഹത്തെ കൊണ്ടുപോകാനായി വരുന്നത് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്കും മുന്നോട്ട് വെക്കാൻ കഴിയുന്നത്. കാരണം ആ ഒരു അവസ്ഥ എന്താണെന്ന് അനുജനത്ത് സൂചിപ്പിച്ചതുപോലെ ആ വീട്ടിലുള്ള സകല സാധനവും മാറ്റിയാണ് അവസാനം അങ്ങനെ നോക്കി ചെറുപ്പത്തിലൊക്കെ നോക്കി വളർത്തിയ സ്വന്തം അച്ഛനെ അവിടെ ഉപേക്ഷിച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മാറ്റിയാണ് ആ മകൻ മടങ്ങിയിരിക്കുന്നത്. എന്തിനാണെങ്കിലും പോലീസും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ വിനീത, മറ്റു മക്കൾക്കും ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്ന തരത്തിലേക്ക് അവർ അറിയിച്ചു എന്നാണോ? ആ തരത്തിലേക്ക് നമ്മൾ കണ്ടിരുന്നല്ലോ വാർത്ത. തീർച്ചയായും അങ്ങനെ തന്നെയാണ് അനുജ. ആരും ആ 3 മക്കളും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത്. ഈ വീട്ടുടമ വന്ന് നോക്കുമ്പോൾ ആ കട്ടിലിൽ ഇങ്ങനെ ഏതാണ്ട് മണിക്കൂറോളമായി അദ്ദേഹം ക്ഷീണിതനായി ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ വന്നൊരാളാണ് അദ്ദേഹത്തിന് ആ ഭക്ഷണം നൽകുന്നത്. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ഏറെ അവശതകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനൊന്ന് എഴുന്നേറ്റൊന്ന് ബാത്റൂമിലോ അല്ലെങ്കിൽ ഒന്ന് ശുചിമുറിയിലോ പോലും പോകാൻ കഴിയാത്തൊരു അവസ്ഥയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ കട്ടിലിന് സമീപം തന്നെയാണ് ആ മൂത്ര ബാഗ് ഉണ്ടായിരുന്നത്, യൂറിൻ ബാഗ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഡൈപ്പർ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കൃത്യമായും അദ്ദേഹത്തിന് വൃത്തിയാക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള പരിചരണം നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ ഏറെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആയ കാലത്ത് ആ 3 മക്കളെയും വളരെ ഭംഗിയായി ചേർത്ത് നിർത്തി വളർത്തിയ ഒരു അച്ഛനാണ്. ആ അച്ഛനെയാണ് ആ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് ആ വീട്ടിലുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ആ മകൻ മടങ്ങിയത് എന്ന് കൂടി പറയുമ്പോൾ അത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ആ വാർത്ത മകന്റെ പ്രതികരണം വരുന്നുണ്ടോ? മകനെതിരെ ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. മകന്റെ പ്രതികരണം വരുന്നുണ്ടോ? മകനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് വളരെ വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇതിൽ അവരുടെ ഒരു വിശദീകരണമായി സംബന്ധിച്ചുകൊണ്ടുള്ള നടപടികളൊന്നും തന്നെ വന്നിട്ടില്ല.
നിലവിൽ അദ്ദേഹത്തിന് ഷൺമുഖന് 75 വയസ്സുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനമായും നൽകേണ്ടത് അദ്ദേഹത്തിന്റെ ആരോഗ്യം സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ അദ്ദേഹത്തിന് നൽകേണ്ടതായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരും നഗരസഭാ വൈസ് ചെയർമാനും ഒക്കെ ചേർന്ന് അദ്ദേഹത്തിന് ഒരുക്കിയിരിക്കുന്നത്. അത്തരം സംവിധാനങ്ങളൊക്കെ തന്നെ നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ അവർ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഇനി അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഈ മക്കളിൽ ആരാണ് അദ്ദേഹത്തെ ഏറ്റെടുക്കാനായി വരിക എന്നൊരു ചോദ്യം മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്കും മുന്നോട്ട് വെക്കാൻ കഴിയുന്നത്. അനുജ, തൃപ്പൂണിത്തുറ എരൂരിലാണ് 75 വയസ്സുള്ള പിതാവിനെ വീട്ടിൽ ഉപേക്ഷിച്ച് മകൻ കടന്നു കളഞ്ഞത്. അദ്ദേഹം രോഗിയാണ്, കിടപ്പിലാണ്. അദ്ദേഹത്തെ നഗരസഭ ഏറ്റെടുത്തു. 24 ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. അദ്ദേഹത്തിന് എല്ലാ പരിചരണവും നൽകും. പക്ഷേ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി കഴിഞ്ഞാൽ പിന്നീട് എങ്ങോട്ടേക്ക് പോകുമെന്നൊക്കെയുള്ള ചോദ്യം ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. മകനെതിരെ കേസെടുത്തിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. ഇന്നത്തെ അടുത്ത വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ അധിക ജാഗ്രത വേണമെന്നാണ് മുന്നറിയിപ്പ്. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി. അഖിൽ ഷാ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചൂടിന്റെ മുന്നറിയിപ്പ്, ഉഷ്ണതരംഗ മുന്നറിയിപ്പ് അതൊക്കെയായിരുന്നു. ഇപ്പോൾ ചൂടുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതൊക്കെ ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്? എന്താണ് മുന്നറിയിപ്പ്? അതിന് ഏറ്റവും പ്രധാനമായും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന ഒരു കാര്യം, വരുന്ന 5 ദിവസം ഇന്ന് തുടങ്ങി വരുന്ന 5 ദിവസവും സംസ്ഥാനത്ത് ശക്തമായ വേനൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് 5 ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിലൊക്കെ തന്നെ വൈകുന്നേരമാകുമ്പോഴേക്കും ശക്തമായ മഴയ്ക്കും അതുപോലെ തന്നെ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനുമുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യവും ഈ കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കുറച്ച് ജാഗ്രത ഉണ്ടാകണമെന്നുള്ള കാര്യവും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. ഒപ്പം പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മറ്റന്നാൾ, അതായത് തിങ്കളാഴ്ചയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ഭാഗമായി ജനങ്ങൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതരായിരിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനമായും ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് മഴ ശക്തമാകാനും അതുപോലെ തന്നെ ഇടിമിന്നലിനും കാറ്റിനുമുള്ള സാധ്യതയും ഉണ്ടാവുക. അനുജ, അതാണിപ്പോൾ 5 ദിവസം വേനൽ മഴ അതിശക്തമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. ഒപ്പം ഇടിമിന്നലും കാറ്റും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം ജനങ്ങൾ എന്നുള്ളതാണ്. ചൂടിന് ഉള്ള മുന്നറിയിപ്പ് നിലവിൽ ഈ ദിവസങ്ങളിൽ ഇല്ല എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അതിനിടെ ഇപ്പോൾ വരുന്ന വാർത്ത, കോട്ടയത്ത് അതിശക്തമായ മഴ പെയ്യുകയാണ് എന്നാണ്. ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച മഴ തുടരുകയാണ്. കിഴക്കൻ മേഖലകളിലും കോട്ടയം നഗരത്തിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി. ടോബി, മണിക്കൂറുകളായി കോട്ടയത്ത് മഴ പെയ്യുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, തീർച്ചയായിട്ടും ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ മഴയാണ്. അതിപ്പോഴും ശക്തമായി തന്നെ പെയ്യുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുപോലെ വേനൽ മഴ പെയ്തിരുന്നു. വൈകുന്നേര സമയങ്ങളിലാണ് മഴ ശക്തമായിട്ട് പെയ്യുന്നത്. ഇപ്പോൾ നേരിയൊരു കുറവ് ഈ കോട്ടയം നഗരത്തിലുണ്ടെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ, കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴയുണ്ട്. കഴിഞ്ഞ ദിവസം വൈക്കത്ത് അതിശക്തമായിട്ടുള്ള മഴ പെയ്യുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി മേഖലയിൽ ഇന്നലെ പെയ്ത മഴയിൽ വലിയ നാശനഷ്ടം ഉണ്ടാകുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു. ശക്തമായ ഇടിയുണ്ട് പല സ്ഥലങ്ങളിൽ. അതുപോലെ തന്നെ ശക്തമായ കാറ്റ് വീശുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി വലിയ നാശനഷ്ടം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമുക്കിപ്പോൾ പങ്കുവെക്കാനുണ്ട്. എന്തായാലും വൈകുന്നേര സമയങ്ങളിലാണ് ഈ മഴ ശക്തമായിട്ട് പെയ്യുന്നത്. അനുജ, കോട്ടയത്ത് അതിശക്തമായ മഴ ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച മഴ തുടരുന്നുണ്ട്. ഇപ്പോൾ ചെറിയ കുറവ് ചിലയിടങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും കിഴക്കൻ മേഖല അതുപോലെ തന്നെ മലയോര മേഖലകളിലൊക്കെ ശക്തമായ മഴ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും വേനൽ മഴയുണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും ആ മഴ തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അതിനിടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ കുറവുണ്ടായിരിക്കുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം ആദ്യമായി പ്രതിദിന ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിൽ താഴെയെത്തി. പീക്ക് ടൈമിലെ വൈദ്യുതി ആവശ്യകതയിലും കുറവുണ്ടായി. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, വേനൽ മഴ പലയിടത്തും ആരംഭിച്ചതോടെ അത് വൈദ്യുതി ഉപഭോഗത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. വിവരങ്ങൾ. അനുജ, സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏറെ നാളുകളായി ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിന്നത് ഈ വൈദ്യുതി ഉപഭോഗവും വൈദ്യുതി പ്രതിസന്ധിയുമായിരുന്നു. ഈ ഉയർന്ന വൈദ്യുതി ഉപഭോഗം മൂലമായിരുന്നു ആ പ്രതിസന്ധി ഉണ്ടായിരുന്നത്. 110 ദശലക്ഷത്തിൽ നിന്ന് താഴേക്ക് ഈ പ്രതിദിന ഉപയോഗം മാറാത്തത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിക്ക് വഴിവെച്ചിരുന്നു. മാത്രമല്ല, അത് കാരണം ലോഡ് ഷെഡിംഗ് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളും KSEB ആലോചിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ആശ്വാസകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ഏറെ നാളിന് ശേഷം 100 ദശലക്ഷത്തിന് താഴേക്ക് ഈ പ്രതിദിന ഉപയോഗം കുറഞ്ഞു
എന്നുള്ളതാണ്. 98.839 ദശലക്ഷം യൂണിറ്റാണ് കഴിഞ്ഞ ദിവസത്തെ വൈദ്യുതി ഉപഭോഗമായി വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല പീക്ക് ടൈമിലെ വൈദ്യുതി ഉപഭോഗത്തിലും കുറവുണ്ട്. പീക്ക് ടൈമിൽ കഴിഞ്ഞ ഏറെ നാളുകളായി 5600 മെഗാവാട്ട് എന്നുള്ള നിലയിൽ നിന്ന് താഴേക്ക് പോയിരുന്നില്ല. അത് വലിയ പ്രതിസന്ധിക്ക് കാരണമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 4976 മെഗാവാട്ടിലേക്ക് താഴ്ന്നിട്ടുണ്ട്. അത് ഈ വേനൽ മഴ ഒരു കാരണമായിട്ടുണ്ട്. മാത്രമല്ല ഈ പീക്ക് ടൈമിൽ ഉൾപ്പെടെയുള്ള വൈദ്യുതി ഉപഭോഗത്തിലെ കുറവും ആ നിലയിൽ തന്നെ ഗുണമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നേരത്തെ നിശ്ചയിച്ചതുപോലെയുള്ള നിയന്ത്രണങ്ങൾക്ക് തൽക്കാലം ആവശ്യമില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് KEB എത്തിയിട്ടുണ്ട്. മാത്രമല്ല വേനൽ മഴ കൂടുതൽ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന പല സ്ഥലങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രാദേശിക നിയന്ത്രണങ്ങൾ കൂടി ഒഴിവാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനുജ, സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ കുറവുണ്ടായിരിക്കുന്നു. പ്രതിദിന ഉപഭോഗത്തിൽ കുറവുണ്ട്, പീക്ക് ടൈമിലെ ഉപഭോഗത്തിലും കുറവുണ്ട്. ഒരു ചെറിയ കാലഘട്ടത്തിന് ശേഷമാണ് ഇത്തരത്തിലേക്ക് ഉപഭോഗത്തിൽ കുറവുണ്ടാകുന്നത്. അത് വേനൽ മഴ അതിനൊരു കാരണമായിട്ടുണ്ട് എന്നാണ് സലിം മാലിക് റിപ്പോർട്ട് ചെയ്തത്. അതിനിടെ ഡൽഹിയിൽ നിന്ന് വരുന്നത് പൊടിക്കാറ്റിന്റെ വാർത്തയാണ്. ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ പൊടിക്കാറ്റിൽ 2 പേർ മരിച്ചു, 23 പേർക്ക് പരുക്കേറ്റു. നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ടായി. ഇന്നും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, പൊടിക്കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുന്നു, അതുപോലെ കെട്ടിടങ്ങൾക്കൊക്കെ കേടുപാട് സംഭവിക്കുന്നുണ്ട്. ആ തരത്തിലേക്കാണ് മരണമുണ്ടായിട്ടുള്ളത്. ഇന്ന് ഈ തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? പൊടിക്കാറ്റ് ഇന്നുമുണ്ടോ? അനുജ, അത്തരമൊരു ജാഗ്രത നിർദ്ദേശം ഇന്ന് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കാര്യങ്ങളൊന്നും അത്തരത്തിൽ ഒരു കഴിഞ്ഞ ദിവസത്തെ ഇന്നലെ രാത്രി ഉണ്ടായ പോലുള്ളൊരു പൊടിക്കാറ്റ് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഇന്നലെ രാത്രി 9 മണി മുതൽ 9 മണിക്കും 11:30ക്കും ഇടയിലാണ് ഏതാണ്ട് 1.5 മണിക്കൂർ നേരം അതിശക്തമായ പൊടിക്കാറ്റ് ഡൽഹിയിലെ പലയിടങ്ങളിലും ഡൽഹിയിലും ഡൽഹി NCR മേഖലയിലടക്കം അനുഭവപ്പെട്ടത്. മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗതയിലാണ് ഇത്തരത്തിൽ പൊടിക്കാറ്റുണ്ടായത്. പൊടിക്കാറ്റിനെ തുടർന്ന് 2 പേർ മരിച്ചു. മരം കടപുഴകി വീണാണ് ഇത്തരത്തിൽ 2 പേർ മരിച്ചത്. അതോടൊപ്പം തന്നെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഏതാണ്ട് 23 പേർക്ക് ഇത്തരത്തിൽ പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പോലീസ് പുറത്തുവിട്ടത്. ഇന്നലെ ഈ ഒരു പൊടിക്കാറ്റ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് നിരവധി ഫോൺ കോളെല്ലാം തന്നെ ഡൽഹി പോലീസും അതോടൊപ്പം തന്നെ അഗ്നിശമന സേനയ്ക്കും ലഭിച്ചിരുന്നു. ഡൽഹിയിൽ മാത്രമല്ല നോയിഡ, ഫരീദാബാദ് ഉൾപ്പെടെയുള്ള ഡൽഹി NCR മേഖലയിലടക്കം അതിശക്തമായ പൊടിക്കാറ്റ് തന്നെയാണ് അനുഭവപ്പെട്ടത്. ഇന്നും അത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും മണിക്കൂറിൽ ഒരുപക്ഷെ 60 കിലോമീറ്റർ വേഗതയിൽ വരെ ഇന്ന് പൊടിക്കാറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പലയിടങ്ങളിലും വൈദ്യുതി അടക്കം തന്നെ തടസ്സപ്പെട്ടിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോൾ ശരിയാക്കുന്ന നടപടികൾ തുടർന്നു വരുന്നതെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അനുജ, തലസ്ഥാനത്ത് നിന്ന് വരുന്നത് പൊടിക്കാറ്റിന്റെ വാർത്തയാണ്. ജാഗ്രതാ മുന്നറിയിപ്പാണ്. ഇന്നലെ 2 പേർ മരിച്ചു. ഇന്ന് പക്ഷേ ഇതുവരെ പൊടിക്കാറ്റിന്റെ വിവരങ്ങളൊന്നും വരുന്നില്ല എന്നതാണ് നിതിൻ അംബുജൻ നൽകിയ വിവരം. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. പെരിന്തൽമണ്ണയിൽ കിണറ്റിലെ പാറ പൊട്ടിക്കുന്നതിനിടെയുണ്ടായ സ്ഫോടനത്തിൽ അതിഥി തൊഴിലാളി മരിച്ചു. തമിഴ്നാട് സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, എങ്ങനെയാണ് അപകടമുണ്ടായത്? ഇന്ന് അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടത്തിന്റെ മരണം സ്ഥിരീകരിച്ച വാർത്ത പുറത്തു വരുന്നത്. തമിഴ്നാട് സ്വദേശി രാജേന്ദ്രനാണ്, 43 വയസ്സായിരുന്നു. പെരിന്തൽമണ്ണയിലാണ് ഇത്തരത്തിൽ ഈ വീട്ടിൽ ഒരു കിണർ കുഴിക്കുന്നതിനിടെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. തേക്കിൻകോട് എന്ന സ്ഥലത്ത് തെട്ടോളി നൌഫൽ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ഈ കിണർ കുഴിക്കുന്നത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ പാറ പൊട്ടിക്കുവാൻ വേണ്ടി ഇത്തരത്തിൽ ഈ ശ്രമം നടത്തിയത്. അപ്പം ഈ തോട്ടയ്ക്ക് തിരി കൊളുത്തിയതിനു ശേഷം മുകളിലേക്ക് കയറുന്ന ഘട്ടത്തിൽ വേഗത്തിൽ കയറാൻ പറ്റാതെ സ്ലോ ആയിപ്പോയി. ആ ഘട്ടത്തിൽ ഇത് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഉടൻ തന്നെ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്തെത്തി. പിന്നീട് പുറത്തെത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഈ പാറയൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സുരക്ഷയൊക്കെ നോക്കി വളരെ ശ്രദ്ധാപൂർവമാണ് ഇത്തരത്തിൽ ഈ ഇത്തരത്തിൽ തോട്ട പൊട്ടിക്കാറുള്ളത്. എന്നാൽ ഇതിൽ ഈ കയറി വരുന്നതിലുള്ള കാലതാമസമാണ് ഇത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനുണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ പൊലിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഏറെ വേദന ജനിപ്പിക്കുന്ന, ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കിണർ കുഴിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ പാറ പൊട്ടിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുമ്പോൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഇത്തരം ഘട്ടങ്ങളൊക്കെ കൈകാര്യം ചെയ്യാറുള്ളത്. അത്തരത്തിലൊരു ശ്രദ്ധാക്കുറവ് ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 43 വയസ്സുകാരനായിട്ടുള്ള തമിഴ്നാട് സ്വദേശി രാജേന്ദ്രനാണ് ഇപ്പോൾ ഈ അപകടത്തിൽ മരിച്ചിട്ടുള്ളത്. പെരിന്തൽമണ്ണയിലാണ് കിണറ്റിലെ പാറ പൊട്ടിക്കുന്നതിനിടെയുണ്ടായ സ്ഫോടനത്തിൽ തമിഴ്നാട് സ്വദേശിയായ തൊഴിലാളി മരണമടഞ്ഞത്. കൊല്ലത്ത് 24 പ്രതിനിധി അരുൺരാജിനെ ആക്രമിച്ച കേസിൽ പ്രതി ജോണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വീട്ടിൽ കയറി വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായാണ് FIR. അക്രമിക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായരും പത്രപ്രവർത്തക യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയും ആവശ്യപ്പെട്ടു.
കഴിഞ്ഞ ദിവസം ചിന്നക്കടയിലെ 24 ഓഫീസിന് സമീപത്ത് തത്സമയ റിപ്പോർട്ടിംഗിനിടെയാണ് മദ്യലഹരിയിലായിരുന്ന ജോണി അരുൺരാജിനെ ആക്രമിച്ചത്. കത്തിയും വിയർകുപ്പിയും വീശി. ഓഫീസിൽ അതിക്രമിച്ചു കയറിയ പ്രതി വധഭീഷണി മുഴക്കി. കാര്യമാണ് പറഞ്ഞത്. ഇവർക്ക് നമ്മളെ കാണുമ്പോൾ പുച്ഛോ ഇല്ല. ഇവിടുത്തെ 24 പുച്ഛോ കാണിച്ചാലേ അവരെ മീശയം മൊത്തം ഓരോന്ന് പിടിതെടുക്കും. അക്രമിക്കെതിരെ കർശന നടപടി പോലീസ് സ്വീകരിക്കണമെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ആവശ്യപ്പെട്ടു. കടുത്ത നടപടി കൊല്ലം സിറ്റി പോലീസ് സ്വീകരിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. അരുൺരാജിന് സംഭവിച്ച ഈ അപമാനത്തിന്, ശാരീരിക പീഡനത്തിന്, ഈ ഭീഷണിക്ക് എല്ലാം കരുത്തുറ്റ മറുപടി കേരള പോലീസ് കൊടുക്കുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. അരുൺരാജ് നൽകിയ പരാതിയിൽ കേസെടുത്ത കൊല്ലം ഈസ്റ്റ് പോലീസ് ജോണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വീട്ടിൽ കയറി വെട്ടുമെന്ന് പ്രതി ഭീഷണിപ്പെടുത്തിയതായി എഫ്ഐആറിൽ പറയുന്നു. 24 തിരുവനന്തപുരം. വി ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, പോലീസ് കേസെടുത്തു, ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ബാക്കി മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? അടുത്ത നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാകും? അതായത് സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ ഈ ജോണിയെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇന്ന് തന്നെ കോടതിയിൽ ഇയാളെ ഹാജരാക്കും. നിലവിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആക്രമിക്കൽ, ഒപ്പം തന്നെ പൊതു ഇടത്തിൽ ശല്യമുണ്ടാക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കേരള പത്രപ്രവർത്തക യൂണിയന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി കർശന നടപടി വേണമെന്ന പ്രസ്താവന ഇറക്കിയിരുന്നു. 24ഉം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. കൊല്ലത്തെ മാധ്യമപ്രവർത്തകർക്കിടയിലും ഇത്തരം ആക്രമണവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമാണുള്ളത്. കാരണം തൊഴിലിടത്തിൽ കൃത്യമായി തൊഴിൽ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് അപഹരിക്കപ്പെടുന്നത്. മദ്യലഹരിയിലായിരുന്ന പ്രതിയാണ് 24 കൊല്ലം റിപ്പോർട്ടർ അരുൺരാജിന് നേരെ ഇത്തരത്തിലൊരു അതിക്രമം അഴിച്ചുവിടുന്നത്. ഇത്തരം സംഭവങ്ങൾ വെച്ചു പൊറിപ്പിക്കാൻ പാടില്ലെന്ന നിലപാടാണ് പൊതുവിൽ മാധ്യമ സമൂഹത്തിനുമുള്ളത്. എന്തായാലും പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പോലീസ് ഈ സംഭവം നടന്ന ദിവസം തന്നെ കേസെടുക്കുകയും ജോണി എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസിന്റെ വിശദീകരണം. ഈ മദ്യലഹരിയിലാണ് ഇത്തരത്തിൽ ഇയാൾ ഒരു അതിക്രമം അഴിച്ചുവിടുന്നത്. കൊല്ലം ഈസ്റ്റ് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്ത് ഇയാളെ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഒപ്പം മാധ്യമ ലോകത്തു നിന്നും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. 24 കൊല്ലം പ്രതിനിധി ആർ അരുൺരാജിനെ ആക്രമിച്ച സംഭവത്തിലാണ് പ്രതി ജോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളത് 24 ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ പത്രപ്രവർത്തക യൂണിയനും ആവശ്യപ്പെട്ടിരുന്നു. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കളെ വിമർശിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. രക്തസാക്ഷികളുടെ ആത്മാക്കളെ വേദനിപ്പിച്ചവർ എത്ര ഉന്നതരായാലും മാപ്പില്ല എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പ്. തെരഞ്ഞെടുപ്പിൽ ഈ കൂട്ടുകെട്ട് തനിക്കെതിരെ പ്രവർത്തിച്ചുവെന്ന സംശയവും രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിച്ചു. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി. അരുൺ, ഈ വിഷയത്തിൽ ഇപ്പോൾ കാസർഗോഡ് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 13ാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തതാണ് കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായിരിക്കുന്നത്. ഇന്നിപ്പോൾ രൂക്ഷമായ വിമർശനവുമായി ഫേസ്ബുക്കിലൂടെ രാജ്മോഹൻ ഉണ്ണിത്താനും രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ രക്തസാക്ഷികളുടെ ആത്മാക്കളെ വേദനിപ്പിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് മാപ്പ് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് ഫേസ്ബുക്കിലൂടെ പറഞ്ഞ ശ്രദ്ധേയമായ ഒരു കാര്യം. മറ്റൊന്ന്, ഈ കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ തനിക്കെതിരെ പെരിയ ഭാഗത്ത് ഈ ടീം, അതായത് ഈ കോൺഗ്രസ് നേതാക്കൾ, ഈ വിവാഹത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾ തന്നെ തോൽപ്പിക്കാൻ പ്രവർത്തിച്ചില്ല എന്നതിന് എന്താണ് ഉറപ്പ് എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ഒരു വിമർശനങ്ങൾക്കും പൊട്ടിത്തെറികൾക്കും കോൺഗ്രസിനുള്ളിൽ ഇത് കാരണമായിരിക്കുന്നു. ജില്ലാ കോൺഗ്രസിനുള്ളിൽ വലിയ തോതിലുള്ള ഒരു വിഭാഗീയത ഇതുമായി ബന്ധപ്പെട്ട രൂപപ്പെട്ടിരിക്കുന്നു. പ്രമോദ് പെരിയ, കോൺഗ്രസിന്റെ പെരിയ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പെരിയ പങ്കെടുത്ത ഫോട്ടോകളാണ് പുറത്തു വന്നത്. എന്നാൽ പ്രമോദ് പെരിയ മാത്രമല്ല, KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു എന്നാണ് പ്രമോദ് പെരിയ കഴിഞ്ഞ ദിവസം 24നോട് പറഞ്ഞത്. വലിയ തോതിലുള്ള ഒരു വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇത് വഴിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇവർക്കെതിരെ, അതായത് ഇങ്ങനെ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യവും ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിക്കുകയാണ്. ഇത്തരത്തിൽ, അതായത് ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ രക്തസാക്ഷികൾക്ക് നീതി ലഭിച്ചില്ല, കോൺഗ്രസ് നേതാക്കൾ അവർക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അനുജ, പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തതാണ് ഇപ്പോൾ കാസർഗോഡ് വലിയ വിവാദമായി മാറിയത്.
കണ്ണൂർ തളിപ്പറമ്പിൽ വാഹനാപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. ചെറുകുന്ന് സ്വദേശികളായ ജോയൽ ജോസ്, ജോമോൻ ഡൊമിനിക് എന്നിവരാണ് മരിച്ചത്. നിർത്തിയിട്ട കാറിൽ ബൈക്ക് ഇടിച്ചാണ് അപകടമുണ്ടായത്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, വിശദാംശങ്ങൾ. അനുജ, ഇന്ന് പുലർച്ചെ 1:30 തളിപ്പറമ്പ് ആലിങ്കൽ തിയേറ്ററിന് സമീപം ഈ അപകടം ഉണ്ടായത്. ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു യുവാക്കൾ. ഇവർ സഞ്ചരിച്ച ബൈക്ക് റോഡരികിൽ നിർത്തിയിട്ട കാറിന് ഇടിച്ചു കയറുകയായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്. ഈ ബൈക്ക് അമിത വേഗതയിലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് അവിടെ ഈ അപകടം മനസ്സിലാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പുലർച്ചെയാണ് ഈ അപകടം. മറ്റു വാഹനങ്ങളൊക്കെ നിർത്തിയ ആളുകൾ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ക്രിസ്തുക്കുന്നിലെ ഇരുവരും ചെറുകുന്ന് സ്വദേശികളാണ്. ക്രിസ്തുക്കുന്ന് സ്വദേശി ജോയൽ ജോസ്, പാടിയിലെയും ജോമോൻ ഡൊമിനിക് എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചത്. വലിയ തോതിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇരുചക്ര വാഹനത്തിൽ നിന്ന് കാറിനെ ഇടിച്ചപ്പോഴേക്കും ഇരുവരും തെറിച്ചു വീഴുകയും തലയ്ക്ക് ഗുരുതരമായി പരിക്ക് പറ്റുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഈ ദാരുണമായ അപകടം ഉണ്ടായത്. 2 യുവാക്കളുടെ ജീവനാണ് നഷ്ടമായത്. തളിപ്പറമ്പിൽ വാഹനാപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും ഇന്ന് സംഭവിച്ചതിലേക്ക്. കണ്ണൂർ ആറളം ഫാമിൽ ആനയെ തുരത്തുന്നതിനിടെ കാട്ടാന വനംവകുപ്പ് സംഘത്തിന് നേരെ പാഞ്ഞെടുത്തു. ഇരിട്ടി ഡെപ്യൂട്ടി റേഞ്ചറും ജീവനക്കാരും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. വനംവകുപ്പ് സംഘം സഞ്ചരിച്ച ജീപ്പിന് നേരെയാണ് ആക്രമണ ശ്രമമുണ്ടായത്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ഈ ആനകളെ വനത്തിലേക്ക് തുരത്താൻ കഴിഞ്ഞോ? അനുജ, ആറളം ഫാമിലെ 6-ാം ബ്ലോക്കിൽ ആനകളെ തുരത്തുന്നതിനിടെയാണ് വനപാലകരുടെ ജീപ്പിന് നേരെ കാട്ടാനയുടെ ആക്രമണ ശ്രമം ഉണ്ടായത്. ഇവർ ആനയെ തുരത്തുന്ന ദൗത്യം കുറച്ചധികം കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ആറളം ഫാമിൽ തമ്പടിച്ചിട്ടുള്ള കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തുന്ന ദൗത്യം തുടരുകയാണ്. അതായത് പുനരധിവാസ മേഖലയിലും ആറളം ഫാമിലുമായി ഏതാണ്ട് 50ഓളം കാട്ടാനകൾ തമ്പടിച്ചിട്ടുണ്ട് എന്നാണ് അവിടെയുള്ള ആളുകൾ നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ആ മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ആളുകളുടെ ജീവനും സ്വത്തിനുമൊക്കെ ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യവും തുടർച്ചയായിട്ടുണ്ട്. ആ മേഖലയിൽ കഴിഞ്ഞ ദിവസം ഒരു വീടിന് നേരെ ആനയുടെ ആക്രമണം ഉണ്ടാവുകയും ഭിത്തി തകരുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ കുറച്ചധികം കാലമായി ഇത്രയധികം കാട്ടാനകളുണ്ട്. ആ മേഖലയോട് ചേർന്ന പല ഭാഗങ്ങളും വനാതിർത്തി മേഖലയാണ്. ആ മേഖലയിൽ കാട്ടാനകൾ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. അവിടെ ആനമതിൽ പദ്ധതി ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് കടക്കാനായിട്ടില്ല. നിലവിൽ അവിടെയുള്ള ആളുകളുടെ സുരക്ഷയും ഒപ്പം അവിടെ കൃഷിയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഈ ആനകളെ തുരത്തുക എന്ന ദൗത്യം മാത്രമാണ് പോംവഴി. ആ ദൗത്യം തുടർച്ചയായി തുടരുന്നുണ്ട്. ഈ ആന മാത്രമല്ല, മറ്റ് ആനകളും പല സ്ഥലങ്ങളിലായി ഉണ്ട്. അത്തരം ദൗത്യം തുടരുന്നുണ്ട്. അതിനിടെയാണ് ഈ സംഘം അവരുടെ ഫോറസ്റ്റ് വനം വകുപ്പിൻ്റെ തന്നെ വാഹനത്തിൽ സഞ്ചരിക്കവെയാണ് ഒരു പിടിയാനയും കുട്ടിയും ഈ വാഹനത്തിന് നേരെ തിരിഞ്ഞത്. അവർ വാഹനം റിവേഴ്സ് എടുക്കുകയും ശബ്ദമുണ്ടാക്കി ഭയപ്പെടുത്തുകയുമാണ്. ആ ഘട്ടത്തിലാണ് ആന പിന്തിരിഞ്ഞത്. തലനാരിഴയ്ക്കാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഇരിട്ടി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറും ഒപ്പം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും മറ്റു വനപാലകരുമാണ് ഉണ്ടായിരുന്നത്. ശബ്ദം ഉണ്ടാക്കി ആന പിന്തിരിയുകയും ചെയ്തു. പക്ഷേ ഈ മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സമാനമായ ദുരിതം കാലങ്ങളായി ആവർത്തിക്കുന്നതാണ്. ഒരുപാട് ജീവനുകൾ ആറളം ഫാമിൽ മാത്രമായി തന്നെ പൊലിഞ്ഞിട്ടുണ്ട്. ഈ ദൗത്യം ഏതായാലും തുടരുന്നുണ്ട്. അവിടെയുള്ള സുരക്ഷ ഉറപ്പാക്കും വരെ ഈ ദൗത്യം തുടരും എന്നാണ് വനം വകുപ്പ് അറിയിക്കുന്നത്. ആറളത്താണ് വനത്തിലേക്ക് ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ വനപാലക സംഘത്തിന് നേരെ ആന പാഞ്ഞെടുത്തത്. ഇനി പാലക്കാട്ട് നിന്ന് വന്ന വാർത്ത. കിഴക്കഞ്ചേരിയിൽ കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് യാത്രികന് പരുക്കേറ്റു. അമ്പിട്ടൻ തരിച്ച് വാഴപ്പള്ളം ചിറകുന്നേൽ ബിനേഷിനാണ് വാരിയെല്ലിനുൾപ്പെടെ ഗുരുതരമായി പരുക്കേറ്റത്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, ഈ മേഖലയിൽ കാട്ടുപന്നിയുടെ ശല്യമുള്ള ഇടമാണോ? തീർച്ചയായിട്ടും അനുജ, കുറെ അധികം നാളുകളെ കാട്ടുപന്നിയുടെ ആക്രമണം വളരെ രൂക്ഷമായി നടക്കുന്ന മേഖല തന്നെയാണ്. നിരന്തരം ഇവിടെ ഇത്തരത്തിലുള്ള അപകടങ്ങളും മറ്റും റിപ്പോർട്ട് ചെയ്യപ്പെടാറുമുണ്ട്. ഇന്നിപ്പോൾ പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത്. കിഴക്കഞ്ചേരി അമ്പിട്ടൻ ധരിച്ച് വാഴപ്പള്ളം സ്വദേശി ബിനീഷിനാണ് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിന് 42 വയസ്സാണ്. കിഴക്കഞ്ചേരി പ്ലാച്ചിക്കുളമ്പ് പള്ളിക്ക് സമീപം വെങ്ങശ്ശേരി പള്ളിക്ക് സമീപത്ത് വെച്ചാണ് ഈ അപകടമുണ്ടായത്. അപകടത്തിൽ ഇദ്ദേഹത്തിന് ചുമലിനും വാരിയെല്ലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആദ്യം പ്രാഥമിക ചികിത്സ നൽകുകയും തുടർന്ന് തൃശ്ശൂരിലേക്കാണ് അദ്ദേഹത്തെ ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ആ തരത്തിലുള്ള പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. വ്യാപകമായി ഈ നാട്ടിൻപുറങ്ങളിൽ കാട്ടുപന്നി ഇറങ്ങുന്നത് വലിയ രീതിയിൽ ആളുകൾക്ക് ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. അടിയന്തരമായി ഇത്തരത്തിലുള്ള വന്യമൃഗ ശല്യത്തിന് പരിഹാരം കാണണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാരടക്കം ഉന്നയിക്കുന്നത്. പാലക്കാട് കിഴക്കഞ്ചേരിയിലാണ് ബൈക്ക് യാത്രികനെ കാട്ടുപന്നി ഇടിച്ച് ഗുരുതര പരുക്കേറ്റത്.
തിരുവനന്തപുരം കിളിമാനൂരിൽ വ്യാജരേഖ ചമച്ച് മണ്ണ് കടത്തിയെന്ന പരാതിയിൽ കേസെടുത്ത് പോലീസ്. ഭൂവുടമ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. പഞ്ചായത്ത് അധികൃതർ നൽകിയ പരാതിയിൽ നടപടിയെടുക്കാൻ മൈനിംഗ് ആൻഡ് ജിയോളജി ഡയറക്ടർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. 24 ഇമ്പാക്റ്റ് ആണ് ഈ വാർത്ത. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, മണ്ണ് കടത്തലിന്റെ വാർത്ത പുറത്തു കൊണ്ടുവന്നത് 24 ആണ്. ഇന്നിപ്പോൾ അതിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലാണോ ഉണ്ടായത്? തീർച്ചയായും അനുജ, കാരണം കിളിമാനൂർ പഴയകുന്നുമേൽ വില്ലേജിൽപ്പെട്ട 52 സെന്റ് കുന്നാണ് ഇടിച്ചുകൊണ്ട് പോയത്. അനധികൃതമായിരുന്നു ഈ മണ്ണ് കടത്തൽ നടന്നത്. ഭൂവുടമ അറിയാതെ ഈ മണ്ണ് കടത്തിക്കൊണ്ട് പോയി. അതും ഗുരുതരമായ ചില കുറ്റകൃത്യങ്ങളും ഇതിന് പിന്നിൽ നടന്നു. ഭൂവുടമയുടെ സമ്മതപത്രം വ്യാജമായി നിർമ്മിച്ചായിരുന്നു ഈ അനധികൃത മണ്ണ് കടത്തൽ നടന്നത്. പിന്നീട് ഭൂവുടമ ആദ്യഘട്ടത്തിൽ കിളിമാനൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തിരുന്നില്ല. പിന്നാലെ ഈ വാർത്തയായതിന് പിന്നാലെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഒരു ഇടപെടൽ ഉണ്ടാകുന്നതും ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നതും. മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് പഞ്ചായത്ത് പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കുമാണ് പഴയകുന്നുമേൽ ഗ്രാമപഞ്ചായത്ത് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷിച്ച് നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി മൈനിംഗ് ആൻഡ് ജിയോളജി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയിൽ ജില്ലാ റൂറൽ പോലീസിനോടും അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വ്യാജരേഖ ചമച്ചത് വളരെ ഗുരുതരമായി തന്നെയാണ് പോലീസും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ക്രിമിനൽ കുറ്റകൃത്യവും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള നിയമ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ സ്ഥലം സന്ദർശിക്കാൻ ഭൂവുടമ എത്തിയപ്പോഴാണ് അനധികൃതമായി മണ്ണ് കടത്തി വിവരം ഭൂവുടമ അറിയുന്നതും തുടർന്ന് പഞ്ചായത്തിലും പോലീസിലും വിവരം അറിയിക്കുന്നത്. പിന്നീട് അന്വേഷിച്ച് പോയപ്പോഴാണ് ഇതിൽ വ്യാജരേഖ ചമച്ചു എന്നതടക്കമുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾ നടന്നതായും ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെയും പോലീസ് മേധാവിയുടെയും അടക്കം ഒരു ഇടപെടൽ ഈ വിഷയത്തിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അനുജ, ശരി, വ്യാജരേഖ ചമച്ച് മണ്ണ് കടത്തിയെന്ന പരാതിയിലാണ് ഇപ്പോൾ ഇടപെടലുണ്ടായത്. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നു. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് 24 ആണ്. ജീവനക്കാർ സമരം പിൻവലിച്ചെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ പൂർവ്വസ്ഥിതിയിലായില്ല. കണ്ണൂർ, നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിൽ 2 സർവീസുകളും കരിപ്പൂരിൽ 1 സർവീസും ഇന്ന് മുടങ്ങി. 2 ദിവസത്തിനകം പൂർണ്ണ പരിഹാരം എന്നാണ് വിമാന കമ്പനി അധികൃതർ നൽകുന്ന ഉറപ്പ്. സജോ ദേവസ്യ ഒരിക്കൽ കൂടി വിശദാംശങ്ങളുമായി. സജോ, ഇതിൽ മെഡിക്കൽ ലീവ് എടുത്ത ക്രൂ അംഗങ്ങളൊക്കെ അവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അവർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാനൊക്കെ സമയം ആവശ്യമായി വരും. അതാണോ ഇപ്പോൾ ഈ വിമാന സർവീസുകൾ ഇപ്പോഴും പൂർവ്വസ്ഥിതിയിലാകാത്തതിന് കാരണം? അനുജ, ജീവനക്കാർ സമരം പിൻവലിച്ചു. മറ്റ് സർവീസുകൾ പലതും വലിയ തോതിൽ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യാനും കഴിയുന്നുണ്ട്. പക്ഷേ പൂർണ്ണ തോതിൽ പ്രതിസന്ധി തീർന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ വിശദീകരിക്കുന്ന ഒരു കാര്യം, 2 ദിവസത്തിനകം, അതായത് ചൊവ്വാഴ്ചയോടുകൂടി പൂർണ്ണ തോതിൽ എല്ലാ സർവീസുകളും നടക്കുന്ന നിലയിലേക്ക് എത്തും, അതായത് സാധാരണ നിലയിലേക്ക് എത്തും എന്ന നിലയിലാണ് അവർ അറിയിപ്പുകൾ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്നത്തെ കാര്യം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ കണ്ണൂരിൽ ഗൾഫ് സെക്ടറിലേക്കുള്ള 2 സർവീസ്, ഒപ്പം കരിപ്പൂരിൽ 1 സർവീസ്, കൊച്ചിയിൽ 2 സർവീസ്, എങ്ങനെ സർവീസുകൾ മുടങ്ങി. മറ്റെല്ലാ സർവീസുകളും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ് ആശ്വാസകരമായ കാര്യം. അതേസമയം ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. റദ്ദായ സർവീസുകളുടെ വിവരങ്ങൾ യാത്രക്കാരെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അത് വലിയ തോതിൽ യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പകരം ടിക്കറ്റുകളൊക്കെ കണ്ടെത്തണമെങ്കിൽ ഭീമമായ തുക ഈടാക്കുന്നുണ്ട്. അതായത് ഈ സമരത്തിന്റെ സാധ്യത മറ്റ് സർവീസുകൾ, മറ്റ് വിമാന കമ്പനികളൊക്കെ പ്രയോജനപ്പെടുത്തുന്ന എന്നൊരു സാഹചര്യം പോലുമുണ്ട്. മറ്റിടങ്ങളിലേക്കൊക്കെ എത്തി മറ്റ് സർവീസുകൾ പ്രയോജനപ്പെടുത്താനൊക്കെ ശ്രമിച്ചാലും അതും നടക്കാത്ത സാഹചര്യമുണ്ട്. പക്ഷേ ഇതിൽ കമ്പനി അധികൃതരിൽ നിന്ന് വിശദീകരിക്കുന്ന ഒരു കാര്യം, നേരത്തെ ഈ സമരത്തിന്റെ ഭാഗമായി പലരും മെഡിക്കൽ ലീവ് എടുത്തിരുന്നു. പക്ഷേ അവർക്ക് ക്യാബിൻ ക്രൂ ആണ്. അവർ തിരികെ ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം, സാങ്കേതികമായി ഇത് പൂർത്തിയാക്കണം. കമ്പനി അധികൃതരും ഇതേ നിർദ്ദേശം തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു ഇളവ് നൽകിയിട്ടുമില്ല. അതുകൊണ്ട് അത് പൂർത്തീകരിക്കണമെങ്കിൽ അങ്ങനെയുള്ള ക്യാബിൻ ക്രൂ പിന്നെ തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ചില സർവീസുകളെങ്കിലും മുടങ്ങുന്നത്. പക്ഷേ മറ്റ് സർവീസുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നത് ആശ്വാസകരമാണെങ്കിലും പ്രതിസന്ധി തീരാൻ 2 ദിവസം കൂടി എടുക്കും. എയർ ഇന്ത്യ സമരം പിൻവലിച്ചിരിക്കുന്നു, ക്യാബിൻ ക്രൂ പക്ഷേ പൂർണ്ണസ്ഥിതിയിലായിട്ടില്ല ഇപ്പോഴും വിമാന സർവീസ് എന്നുള്ളതാണ്. ഇന്ന് കൂടുതൽ സർവീസ് മുടങ്ങുന്നു. 2 ദിവസത്തിനകം ഇത് പൂർവ്വസ്ഥിതിയിലാകുമെന്ന ഉറപ്പാണ് എയർ ഇന്ത്യ അധികൃതർ നൽകുന്നത്. ഇപ്പോൾ സംസ്ഥാനത്ത് പലയിടങ്ങളിലും കനത്ത മഴയുണ്ട്. ഒപ്പം അല്പസമയത്തിനകം ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ റോഡ് ഷോ ആരംഭിക്കും.